ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് രുചികരമായിട്ടൊരു ഇലയുടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ചെറിയൊരു ചൂടുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഒരു വാഴയില ഒന്ന് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇല്ലെങ്കിൽ അതിൽ വച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇല പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനത് സ്റ്റവിൻ്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. No, 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 it's never, ever, 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 ever gonna happen. മാവിലേക്ക് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും പറ്റുന്ന കാര്യം മാത്രം പരത്തിയെടുക്കുക. ആവശ്യത്തിന് തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ഞാനതിൽ ശർക്കരപ്പാനി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അതിൽ ചേർക്കുന്നത്. ശർക്കരപ്പാനി ഒഴിക്കുക. ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ വല്ല കരടൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിന് ഒരുക്കി വെച്ച് ശർക്കരപ്പാനി അരിച്ചിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ചെയ്താൽ അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല. ഇനി നമുക്ക് ശർക്കരയുടെയും തേങ്ങയുടെയും കൂട്ട് ഇതിലേക്ക് വെക്കും. വെറുതെ വെച്ചുകൂടി പരത്തി വെച്ച മാവിലേക്ക് ചേർത്തിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക. എപ്പോഴും നല്ല പാൻ വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഈ ശർക്കരയുടെയും തേങ്ങയുടെ മിക്സൊക്കെ വെച്ച് ഭയങ്കര, പിന്നെ നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ആയിരിക്കും. ചുട്ടെടുക്കാനായിട്ടുള്ള പാൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇതിന് ഉപയോഗിക്കാവും നല്ലത്. അടുപ്പത്ത് വെച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് പല തരത്തിലുണ്ടാക്കും. ആവി വെച്ചുണ്ടാക്കും, ചിലർക്ക് ചുട്ടെടുക്കും. എനിക്കിത് ചുട്ടെടുത്തതാണ് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ബായ്.